കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ചോദ്യം തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചതായി മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നിങ്ങളോ എന്നെ എന്ന് പറയുന്നു. ഇന്ന് യേശുക്രിസ്തു ആരാണെന്ന ചോദ്യം നമ്മിൽ പലരും ചോദിക്കാറില്ല. എന്നാൽ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് പ്രയോജനം ചെയ്യും. സ്വർഗം തുറന്ന് ദൈവം പറഞ്ഞു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ. ആ നിത്യനായ ദൈവം മനുഷ്യനായി ജഡാവതാരം ചെയ്തു. പിന്നെ എന്തിനാണ് താൻ ക്രൂശിൽ മരിച്ചത്? ദൈവം നിശ്ചയിച്ച പദ്ധതിക്കും മുന്നറിവിനും അനുസരിച്ചാണ് യേശുവിനെ പടയാളികൾ പിടികൂടിയത്. അധർമ്മികളുടെ കൈകളിൽ ഏൽപ്പിച്ച് യേശുവിനെ ക്രൂശിക്കും എന്ന് അവൻ മുന്നമേ അറിഞ്ഞിരുന്നു. എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിനനുസരിച്ചാണ് സംഭവിച്ചത്. ഒന്നും യാദൃച്ഛികമായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ തൻ്റെ ശരീരത്തിൽ സർവ്വമാനവ രാശിയുടെയും പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടാൽ യേശുവിൻ്റെ കരങ്ങളിൽ അവർ സുരക്ഷിതരായിരിക്കും. എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല എന്ന് യേശു പറഞ്ഞു. യേശു കർത്താവിൻ്റെ കരങ്ങളിൽ അവർ സുരക്ഷിതരായിരിക്കും. ഈ വാക്കുകൾ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.